അവിടെ വിലാപയാത്ര, ഇവിടെ തിരുവാതിര. എന്താലേ, അവർ ആഘോഷിക്കുകയാണ്. അല്പന് ഐശ്വര്യം വന്നാൽ നട്ടുശയ്ക്കും തിരുവാതിര കളിക്കും. പറഞ്ഞു വരുന്നത് നമ്മുടെ സർക്കാരിനെ കുറിച്ചും ഭരിക്കുന്ന പാർട്ടിയായ CPM-നെ കുറിച്ചുമാണ്. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പാറശാലയിൽ അരങ്ങേറിയ ഒരു മെഗാ വിപ്ലവ തിരുവാതിരയാണ് ഇപ്പോൾ കേരളത്തിന്റെ ചർച്ചാ വിഷയം. കേരളത്തിലെ കോവിഡ് വൈറസ് ചെങ്കൊടി കണ്ടാൽ വിറയ്ക്കുന്നതും സഖാക്കളെ വെറുതെ വിടുന്നതും ആയതുകൊണ്ട് 550 സ്ത്രീകളെ ഉൾപ്പെടുത്തി നടത്തിയ ഈ തിരുവാതിര അത്യന്തം ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ്. അതും ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയും പാർട്ടി സഖാവുമായ ധീരജ് കുത്തേറ്റ് മരിച്ചതിന് തൊട്ടടുത്ത ദിവസം. ഒരു പാവപ്പെട്ട കുട്ടി കൊല്ലപ്പെട്ട് തണുത്തുറഞ്ഞ് നാട്ടിലേക്ക് യാത്രയായപ്പോൾ ഇവിടെ സഖാക്കളും സഖികളും തിരുവാതിര കളിച്ച് ആഹ്ലാദിച്ച് തിമിർക്കുന്നു. കഷ്ടം. ഇത് രക്തസാക്ഷിയെ നനച്ചിരിക്കാതെ കിട്ടിയ സന്തോഷമോ? പുതുവത്സര ആഘോഷങ്ങളെ പോലും നിരോധിച്ചുകൊണ്ട് അണിയറയിൽ ഒരുക്കിയ ഈ അന്ത്യകാലത്തെ തിരുവാതിര ഒരു രക്തസാക്ഷിക്ക് വേണ്ടി മാറ്റാൻ പറ്റുമോ? അല്ലേ? ഇനി എന്തെല്ലാം കാണണം, കേൾക്കണം, വയ്യേ വയ്യ. ഒരു സഖാവിന്റെ മരണത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ പരിപാടി അവതരിപ്പിച്ച പാർട്ടിക്ക്, അവിടെ പരിപാടി അവതരിപ്പിക്കാൻ വന്ന മഹനീയ ചേച്ചിമാർക്കും നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മഹത്വവും സർക്കാരിന്റെ ഭരണ നൈപുണ്യവുമൊക്കെ എണ്ണി എണ്ണി പറയുന്ന ഈ തിരുവാതിര ശരിക്കും പറഞ്ഞാൽ ഒരു തരം വേഷം കെട്ടൽ എന്നല്ലാതെ എന്താ വിശേഷിപ്പിക്കുക? ഇത് കേൾക്കും പോലെ രാജാവിന് എന്താ ഒരു സുഖം. കേരളത്തിന് അഭിമാനിക്കാൻ ഇങ്ങനെ കുറച്ച് നല്ല കലാരൂപങ്ങളുണ്ട്. അതിനെ ഇത്തരത്തിൽ നശിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. അധംപതിക്കാം, പക്ഷേ ഇത്രയും ആകരുത്. ഒമിക്രോണും കോവിഡും ഒക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇവിടെ സർക്കാർ നിയന്ത്രണം കടുപ്പിച്ചിരിക്കുകയാണ്. പൊതുപരിപാടികളിൽ 50 പേരിൽ കൂടാൻ പാടില്ല. 50 പേരിൽ കൂടുതലുണ്ടെങ്കിൽ അനുമതി കിട്ടില്ല. മരണത്തിനും വിവാഹത്തിനുമൊക്കെ 50 പേരിൽ കൂടുതലുണ്ടെങ്കിൽ കേസെടുക്കാം. അതാണ് പുതിയ നിയമം. സാധാരണക്കാരൻ ഇപ്പോൾ അവന്റെ ജീവിതങ്ങളെല്ലാം അലങ്കോലമാക്കിയ ഖേദത്തിലാണ്. അത്യാവശ്യങ്ങൾക്ക് നാട്ടിലേക്ക് വരുന്ന പ്രവാസികളാണെങ്കിൽ കൊറോണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 7 ദിവസം നിർബന്ധമായും ക്വാറന്റൈനിൽ ഇരിക്കണം. കൂടാതെ കോവിഡ് മൂലം മരിച്ച ഉറ്റവരെ പോലും കാണാൻ പാടില്ല. വിശ്വാസികൾക്ക് ആരാധനാലയങ്ങളിൽ മതപരമായ ചടങ്ങുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. പള്ളികളിൽ ആരാധനയ്ക്ക് വിശ്വാസികൾ അല്പം കൂടുതൽ പങ്കെടുത്താൽ പങ്കെടുത്തവർക്കെതിരെയും വൈദികനെതിരെയും കേസെടുക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നു. അങ്ങനെ പോകുന്നു നമ്മുടെ ഇവിടുത്തെ കലാപരിപാടികൾ. അത്തരമൊരു സാഹചര്യത്തിൽ കോവിഡ് അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ നാളുകളിൽ 10,000-കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുള്ള പാർട്ടി സമ്മേളനങ്ങളും 1000 പേരെ പങ്കെടുപ്പിച്ചുള്ള പാർട്ടി റാലിയും 550 സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ തിരുവാതിര കളിയുമൊക്കെ അനുചിതമായിരുന്നോ എന്ന് സർക്കാരും പാർട്ടിയും ആലോചിച്ചാൽ നന്ന്. നല്ലൊരു സർക്കാർ കോവിഡ് വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ പാർട്ടി സമ്മേളനം മാറ്റിവെച്ചായിരുന്നു മാതൃക കാട്ടേണ്ടിയിരുന്നത്. സാധാരണക്കാരന് മാസ്ക് വെച്ചില്ലെങ്കിൽ പിഴ, പക്ഷേ തിരുവാതിര കളിച്ച 550 സ്ത്രീകൾക്ക് അവാർഡ്. പാവപ്പെട്ടവർക്ക് മാത്രമേ നിയമങ്ങൾ ബാധകമുള്ളൂ? പാർട്ടിക്കാർക്കും അവരുടെ നേതാക്കന്മാർക്കും ഒന്നും നിയമങ്ങൾ ബാധകമല്ലേ? ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ സർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അവരുടെ നീതിബോധത്തെ, നിയമത്തെ, ഇന്ത്യൻ ഭരണഘടനയെ, അങ്ങനെ സർവ്വതിനെയും സർക്കാർ വെല്ലുവിളിക്കുന്നു. നിയമം സാധാരണക്കാരന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന സർക്കാരിനും കൂട്ടാളികൾക്കും എന്തും ആകാമെന്ന സ്ഥിതി. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭാഗമാണ് കേരളമെന്ന് മുഖ്യമന്ത്രിയും മറ്റ് ഭരണാധികാരികളും മറക്കാതിരിക്കുക. ഇതൊക്കെ കാണുമ്പോൾ ഇവിടുത്തെ ഓരോ സാധാരണക്കാരനിലും ഉടലെടുക്കുന്നത് ഒരുതരം രോക്ഷമാണ്. ഇത്രയും കടുത്ത നിസ്സഹായതയിലും തങ്ങളെ വെല്ലുവിളിക്കുന്ന സർക്കാരിനോടുള്ള രോക്ഷം. ഒരു കാര്യം ഉറപ്പാണ്, ഈ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ കൊറോണ വൈറസ് ഇവിടെ പൂർണ്ണമായും വ്യാപിക്കും. സംസ്ഥാനം അടച്ചുപൂട്ടപ്പെടും. ഇവിടെ പട്ടിണി മരണങ്ങളും കടബാധിതയാലുള്ള ആത്മഹത്യകളും വർദ്ധിക്കും. ഇതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? രാജ്യത്തെ ഓരോ പൗരനും ഭരണഘടന അനുശാസിക്കുന്ന നിയമത്തിന് വിധേയരായിരിക്കണം. അത് പ്രജയായാലും രാജാവായാലും. ഭരണാധികാരികൾ തോന്നിവാസം കാണിക്കുമ്പോൾ, തങ്ങൾക്ക് എന്തുമാകാമെന്ന നിലപാട് അവർ ആവർത്തിക്കുമ്പോൾ ഇതിനെതിരെ കോടതികളെങ്കിലും ഉടനെ ഇടപെടണം. മറ്റൊന്നിനും വേണ്ടിയല്ല, ഇവിടുത്തെ സാധാരണക്കാർക്കും അവരുടെ ജീവിതത്തിനും രക്ഷയ്ക്കും വേണ്ടി. മാവേലി നാട് വാണിടും കാലം മഹാബലിയേക്കാൾ ജനസമ്മതിയുള്ള ആള് എന്ന് ചിലർ കരുതുമ്പോൾ ഇനിയും എന്തൊക്കെ കാണണം, കേൾക്കണം ദൈവമേ.